എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ടൊമാറ്റോ കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമ്മുടെ ലഞ്ചിനൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും. വളരെ കുറച്ച് സാധനങ്ങൾ, എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. ചപ്പാത്തീൻ്റെ കൂടെ, നൂൽപുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ലഞ്ചിൻ്റെ കൂടെയാണ് ഏറ്റവും നന്നായിട്ടുണ്ടാവുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് 4 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 6 മുളക് എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയുള്ളി, ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതിലേക്ക് വേറെ സവോളയും അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. 3 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തക്കാളിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉപ്പിട്ടൊന്ന് പുറംവശം നന്നായിട്ടൊന്ന് തക്കാളി മുളകും ഒക്കെ ഒന്ന് കഴുകിയെടുക്കണം ആദ്യം കേട്ടോ. അതുപോലെ തന്നെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ മറ്റുള്ള കറികളൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇത് കഷ്ണങ്ങൾ അരിഞ്ഞിട്ട് ചട്ടിയിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കുന്ന ആ ഒരു രീതിയിലല്ല ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങയിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കണം. ഇന്ന് നമ്മൾ മിക്സിയുടെ ജാറിലല്ല കേട്ടോ അരയ്ക്കുന്നത്, നമ്മളുടെ അരകല്ലിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അരകല്ലിലൊക്കെ ഇട്ടിട്ട് അരച്ച് നമ്മളത് മൺചട്ടിയിലിട്ടിട്ട് വിറകടുപ്പിലൊക്കെ പാചകം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ഒരു പ്രത്യേക തരം ടേസ്റ്റ് അതിനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നുകൂടി നമുക്ക് മിക്സിയിലൊക്കെ ഇട്ട് നമ്മൾ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു രുചി കിട്ടൂല. അതിന് വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ, നമ്മളടുത്ത് അരകല്ലുണ്ട് കേട്ടോ. അപ്പോൾ അരകല്ലിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇച്ചിരി ബുദ്ധിമുട്ടിയാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നമ്മൾ അരകല്ലിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം ചേർക്കുന്നേ ഇല്ല കേട്ടോ. വെള്ളം ചേർക്കാതെ കുറച്ചായിട്ട് നീക്കി നമ്മൾ ഫുള്ളായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ അരകല്ലിലൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയൊക്കെ എല്ലാ വീടുകളിലും ഇന്നിപ്പോൾ ഗ്രൈൻഡർ മിക്സിയൊക്കെ ഉണ്ട്. പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അരകല്ലുകളാണ്. എല്ലാ വീട്ടിലും തന്നെ അരകല്ലുകൾ ഉണ്ടെങ്കിലും കൂടി ആളുകൾ അത് ഒത്തിരി യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റേതായ ഫോൾട്ടുകൾ നമ്മുടെ കറികൾക്കെല്ലാം തന്നെ ഇന്നെല്ലാം നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും അത് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ടെല്ലാം നടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ എത്ര തന്നെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്ത് നമ്മൾ പാചകം ചെയ്തെന്ന് വെച്ചാലും നമുക്ക് ഈ ഒരു രുചി ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അതിന് ഈ അരകല്ലിൽ ഇതുപോലെ ഓരോ തേങ്ങയുടെ പീസും നന്നായിട്ട് അരഞ്ഞ് ഈ ഒരു കല്ല് അരഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഗംഭീരമാണ് കേട്ടോ. അതിനെ പകരം വെക്കാനായിട്ട് നമുക്കൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് ഞാൻ അരകല്ലിൽ തന്നെ ഒന്ന് അരച്ചിട്ടൊന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു തക്കാളിക്കറി കേട്ടോ. അപ്പോൾ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചെറിയ ജീരകമാണ് കേട്ടോ, വളരെ കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, ആ കുഞ്ഞു ജീരകം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ട് തേങ്ങ അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. ഒത്തിരി വെള്ളം ചേർക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ കറിയിലേക്ക് പിന്നെ നമുക്ക് അതിൻ്റെ ഒരു അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടണമെങ്കിൽ തന്നെ വെള്ളം കുറഞ്ഞ അളവിൽ അല്പം ചേർത്തിട്ടാണ് നമ്മൾ അരച്ചത്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒത്തിരി പോലും വെള്ളം അധികം നമ്മൾ ചേർത്തിട്ടേ ഇല്ല കേട്ടോ. ഇനി ഈ തേങ്ങ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളെടുത്തിട്ടുള്ള തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത്, നമുക്കിപ്പോൾ എത്ര ആളുണ്ടെന്നനുസരിച്ച് വേറെ സവോളയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 4 തക്കാളിയാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം എമൗണ്ട് കറി വേണോ അതിനനുസരിച്ച് തക്കാളിയുടെ എണ്ണമൊക്കെ ഒന്ന് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തക്കാളി നന്നായിട്ട് ഉപ്പുപൊടി ഇട്ടിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിരുമ്മി കൊടുത്തതിന് ശേഷമാണ് ഞാൻ നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കുന്നത് കേട്ടോ. 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 3-4 വട്ടം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം തക്കാളി കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ കറീനെ വ്യത്യസ്തമാക്കുന്ന, ഇതിൻ്റെ രുചിയെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരു കാര്യമല്ല, 1-2 കാര്യമുണ്ട്. അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമുക്ക് ഇതേ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇത് തക്കാളിയൊക്കെ ഇതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് എന്തോരം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തക്കാളിയുടെ എണ്ണം നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, നമുക്കത് മതിയാവും.
എല്ലാ തക്കാളിയും ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് എരിവിന് എത്രത്തോളം, നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു കറിയിലേക്ക് അരപ്പിൻ്റെ കൂടെ നമ്മൾ എരിവ് ചേർത്തിട്ടില്ല, വേറെ മുളക് പൊടി കാര്യങ്ങളൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കറിക്ക് പിന്നെ തേങ്ങയും കൂടി ചേർത്ത് കഴിയുമ്പോഴും അതിനെ കൂടി ബാലൻസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു എരിവ് നമ്മൾ ഇടണം കേട്ടോ. ഇത് കണ്ടോ, ഒന്നാമത്തെ കാര്യം ഇതാണ്. ഈ കറിയെ മറ്റു കറികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ടേസ്റ്റിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതാണ്. എന്താണ്, തക്കാളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ മൺചട്ടിയിലിട്ട് ഞെരടി എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കൈവച്ച് ഞെരടി യോജിപ്പിക്കണം, അതാണ് ഒരു കാര്യം കേട്ടോ. പിന്നെ അതിലേക്ക് ഇതേ നമ്മളൊരു ചെറിയുള്ളി പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെറിയ 3 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെളുത്തുള്ളി നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ഒരു ഇതിലേക്ക് നമ്മൾ സാധാരണ എന്ത് കറി വെക്കുവാണെങ്കിൽ നമുക്കറിയാം, കഷ്ണങ്ങളൊക്കെ നമ്മൾ പിന്നെ അരിഞ്ഞ് കഴുകി എല്ലാം പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്താണെങ്കിൽ, കുക്കറിലേക്ക് ഇട്ട് കൊടുത്താണെങ്കിൽ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. എന്നാൽ ഈ ഒരു തക്കാളിക്കറി നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരു തരി പോലും അതിൽ അപ്പോൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അരപ്പിൻ്റെ കൂടെ അരപ്പൊന്ന് ലൂസാക്കി എടുക്കാൻ വളരെ കുറഞ്ഞ എമൗണ്ട് വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേ മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. ഇതേ വിറക് വെച്ച് കൊടുത്ത് തീയൊക്കെ നന്നായിട്ട് കത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു തക്കാളിയും അതുപോലെ കറിവേപ്പിലയും മുളകും എല്ലാം നന്നായി മൺചട്ടിയിലിട്ട് കൈവച്ച് നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചാണ് വെച്ചിട്ടുള്ളത്. അത് ആ ഒരു മൺചട്ടിയിൽ ആ ഒരു കൂട്ട് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ്, ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ തക്കാളിയും ഇതിലൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ട് തേങ്ങയും ചേർത്തതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഇനി വേറെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാതെ പിന്നെ ഇത് നന്നായിട്ട് ഈ ഒരു തക്കാളിയും സവോളയൊക്കെ നല്ല പേസ്റ്റായിട്ട് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതും വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അതിൽ തേങ്ങ ഒഴിക്കാതെ അങ്ങനെ ഒരു കറിയും കൂടി ഉണ്ടാക്കാം. അത് പിന്നെ ഒരു ദിവസം ഞാൻ കാണിക്കാം അതിൻ്റെ റെസിപ്പി കേട്ടോ. ഈ ഒരു കറി ഇത് കണ്ടില്ലേ, ഇപ്പോൾ തിളച്ച് വന്നിട്ട് നമ്മൾ അടച്ചൊന്നും വെക്കുന്നില്ല, വളരെ പെട്ടെന്ന് നമ്മൾ ഈ ഒരു കറിയിലേക്കുള്ള തേങ്ങ ആദ്യം അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. 5 മിനിറ്റും വേണ്ട, അത്രയും പെട്ടെന്ന് തയ്യാറാക്കാം. നമുക്കറിയാം തക്കാളിയൊക്കെ പെട്ടെന്ന് വേവുന്നതല്ലേ. ഇത് കണ്ടോ, നമ്മളെ തക്കാളി മൺചട്ടിയിലിരുന്നത് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ടോ, ആ ഒരു എന്താ പറയുക, തക്കാളിയും മുളകും കറിവേപ്പിലയും ഒക്കെ ഞെരടിയിട്ടുള്ള ആ ഒരു സ്മെല്ല്, ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കറിവേപ്പിലേൻ്റെ ഒക്കെ സ്മെല്ല് അതിഗംഭീരമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇത് കണ്ടോ, അതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ, 1/4 ടീസ്പൂൺ കുറവ് മതി കേട്ടോ. കാരണം നമ്മൾ തേങ്ങ അരച്ചെടുത്തപ്പോൾ അതിലേക്ക് നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ ഒരു തക്കാളിയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞത് കണ്ടേ, നമ്മളൊരു തരി പോലും ഇതിൽ നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. ഈ തക്കാളി വെന്ത് അലിഞ്ഞ് അതിൽ നിന്ന് ഊറി വന്ന തക്കാളിയിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ് ആ ഒരു പോയിൻ്റ്. ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് കൈവച്ച് നമ്മൾ ചട്ടിയിൽ വെച്ച് ഞെരടി എടുക്കുന്നതാണ്. രണ്ടാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലും നമ്മളിതിലേക്ക് വാട്ടർ ആഡ് ചെയ്യാതെയാണ് തക്കാളി വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക രുചിയാണ് അതിന് കേട്ടോ. അപ്പോൾ ആ ഒരു 2 കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്കിപ്പ് ചെയ്ത് ഒരിക്കലും ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ടേസ്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഫുള്ളും കാണണം എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതേ നമ്മളുടെ അരപ്പ് വൃത്തിയായിട്ട് നമ്മൾ കല്ലിൽ പിന്നെ അരകല്ലിൽ അരച്ച് കൊണ്ടുവന്ന അരപ്പും കൂടി നമ്മളെ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് തക്കാളിയും ആ ഒരു മുളകും എല്ലാം നന്നായി വെന്ത് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് ഇതേ നമ്മളെ തേങ്ങേൻ്റെ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളുടെ കറിക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ച്, ആ ചാറ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു കറിയിലേക്ക് നമ്മൾ പച്ചവെള്ളം ആഡ് ചെയ്ത് കൊടുക്കരുത്. അത് നമ്മുടെ കറീൻ്റെ ഫുൾ ടേസ്റ്റും കളയും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഇതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ ഒത്തിരി ചാറ് വേണ്ട, അതുകൊണ്ട് തന്നെ ഒരു കുറുകിയ ചാറോട് കൂടിയൊരു കറിയാണ്. അങ്ങനെ ടേസ്റ്റ് ബേസ് പറയുകയാണെങ്കിൽ ഗംഭീരമാണ് കേട്ടോ, അല്ലെങ്കിലും ഗംഭീരം. പിന്നെ പക്ഷേ ചട്ടിയിൽ വെച്ച് നമ്മൾ വിറകടുപ്പിൽ പാചകം ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മൾ അരകല്ലിൽ അരച്ച് തേങ്ങയും കൂടി ചേർത്തുകൊണ്ട്
അടിപൊളി ടേസ്റ്റാണ്. ഇതേ കറി തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ച് തയ്യാറാക്കിയിട്ട് മിക്സിയിൽ അരച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു ടേസ്റ്റ് നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റൂല കേട്ടോ. 2 തരത്തിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിഗംഭീരം എന്ന് പറയാനുള്ളത് ഈ ഒരു കറിയാണ്, ഞാൻ തയ്യാറാക്കുന്ന ഈ ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അരപ്പിൽ തിളയൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ഒത്തിരി അങ്ങ് വെട്ടി തിളച്ചിട്ട് അങ്ങ് ഇതാവണ്ട. കാരണം തക്കാളിയൊക്കെ നന്നായി ചേർത്ത് വെന്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കൊന്നും വേണ്ട. ആ തേങ്ങേൻ്റെ പച്ചമണോ ആ തേങ്ങയിൽ ചേർത്ത് പിന്നെ മറ്റു ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറുന്ന വരെ ഒന്ന് തിളപ്പിക്കുക കേട്ടോ. അല്ലെങ്കിൽ അധികം തിളയ്ക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ കറി നമുക്ക് പെട്ടെന്ന് കേടാവും. അത് തന്നെയാണ് ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ്, ഇങ്ങനെ ഉള്ളീൻ്റെയൊക്കെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക. അത് നമ്മുടെ ഒരു കറിക്കൊരു നല്ല ഇത് കൊടുക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തിളപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കറിയൊക്കെ തിളച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കൊടുക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ ശബ്ദം ഇവിടെ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആളെ ഞാൻ കുറേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ ഓർത്തിട്ട് തിരഞ്ഞിട്ട് ഞാൻ ആളെ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഓരോ ഷോർട്ട് വീഡിയോയിലും ലോങ് വീഡിയോയിലും എല്ലാ ആൾ വന്ന് ബാക്ക്ഗ്രൗണ്ട് ശബ്ദം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആളെ എന്തെങ്കിലും ഒരു ദിവസം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനും ആളെ കണ്ടിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഞാൻ ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചെറിയുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കറിയിലേക്ക് ചേർക്കുന്ന വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. അതിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് തീരുമാനിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ കടുക്, ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇത് നമ്മളുടെ തക്കാളി കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതോടുകൂടി നമ്മളുടെ കറീൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അതിഗംഭീരമായിട്ടുള്ള കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് വീട്ടിലൊക്കെ പിന്നെ എന്താ പറയുക, പുറത്തൊക്കെ കത്തിക്കാനുള്ള സൗകര്യമുള്ളവരും അതുപോലെ തന്നെ ഈ അമ്മിക്കല്ലിൽ അരയ്ക്കാൻ സൗകര്യമുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതിഗംഭീരമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ നമ്മൾ അറിയിക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല നാടൻ, അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.